വെൽക്കം ടു മൈ ചാനൽ സിവിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റി പിന്നെ ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് കേരള PSC നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ 14th പാർട്ടാണ് എടുക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റബ്ബർ മില്ലിംഗ് ഓപ്പറേഷൻ, ഗ്രൈൻഡിങ്. റബ്ബർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഒക്കറിംഗ് ഐസോപ്രീൻ പോളിമർ. ഓക്കെ, അതിന്റെ കെമിക്കൽ നെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-methyl 1,3-butadiene. ഓക്കെ, റബ്ബർ ഒരു പോളിമർ ആണ്. ഇതാണ് റബ്ബർ. ഓക്കെ, നാച്ചുറലി ഒക്കറിംഗ് റബ്ബർ ആണ് ഇത്. നിയോപ്രീൻ, പോളിക്ലോറോപ്രീൻ അല്ലെങ്കിൽ ക്ലോറോപ്രീൻ. ഓക്കെ, എല്ലാം ഒരേ പേര് തന്നെയാണ്. നിയോപ്രീനും ക്ലോറോപ്രീനും ഈ മൂന്നും ഒരേ പേര് തന്നെയാണ്. ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെന്ത് വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്? മാർക്കോണിക്കോ പ്രോസസ് വഴിയാണ്. ഓക്കെ, നിയോപ്രീന് ക്ലോറോപ്രീനായി മാറുന്നത് എങ്ങനെയാണ്? മാർക്കോണിക്കോ പ്രോസസ് വഴിയാണ്. നിയോപ്രീൻ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം? ഗ്യാസ് കട്ടായിട്ട് യൂസ് ചെയ്യാം, ഷോ ഹീൽസ് അല്ലെങ്കിൽ വിയർ റെസിസ്റ്റൻസ് ഷോ ഹീൽസ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ കൺവെയർ ബെൽറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്യാസ് കട്ട്. ഓക്കെ, നിയോപ്രീനിന്റെ ഗ്യാസ് കട്ടാണ് ഇത്. ബ്യൂട്ടാഡൈൻ റബ്ബർ വന്നിട്ട് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. ഓക്കെ, NA വന്നിട്ട് കാറ്റലിസ്റ്റ് ആണ്, BO വന്നിട്ട് ബ്യൂട്ടാഡൈൻ ആണ്, ST വന്നിട്ട് സ്റ്റൈറീൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ടയേഴ്സ് ആൻഡ് കേബിൾ ഇൻസുലേഷൻസ്. നമ്മുടെ സാധാരണ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ടയറും പിന്നെ കേബിൾ മീൻസ് ഇലക്ട്രിക് കേബിൾ ഇൻസുലേഷൻ ആയിട്ട് ബ്യൂണൈസ് റബ്ബർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഓട്ടോമൊബൈൽ ടയേഴ്സിന്റെ ഒരു എക്സാമ്പിൾ. SBR എന്ന് പറഞ്ഞാല് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. ഓക്കെ, ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു വിയർ, അബ്രഷൻ ആൻഡ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, അബ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിയർന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ല, വിയർ ആയ സബ്സ്റ്റൻസിന് പറയുന്നതാണ് അബ്രസീവ് മെറ്റീരിയൽ. ഓക്കെ, സോ അതിന് അബ്രഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അതിന് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും കാണും. ഓക്കെ, ബ്യൂട്ടാഡൈൻ റബ്ബർ വന്നിട്ട് നൈട്രീൻ റബ്ബർ, ബ്യൂട്ടാഡൈൻ SL നൈട്രേറ്റ് ആണ്. ഓക്കെ, here it is the temperature resistance and corrosion resistant. Okay, used as oil seal and tank lining. Okay, ഇത് വന്നിട്ട് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ചൂടും പിന്നെ കൊറോഷനും നല്ല റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വന്നിട്ട് ഓയിൽ ടാങ്കിന്റെ സീലായിട്ട് യൂസ് ചെയ്യും, പിന്നെ വന്നിട്ട് ടാങ്ക് ലൈനിങ്ങിനും യൂസ് ചെയ്യും. ഓക്കെ, വൾക്കനൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന റബ്ബർ നല്ല റോ ആയിരിക്കും. ഈ റബ്ബർ വന്നിട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ സൾഫർ ആഡ് ചെയ്യുമ്പം ഈ റബ്ബർ വന്നിട്ട് നല്ല സ്ട്രോങ് ആവും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. സിങ്ക് ഓക്സൈഡ് വന്നിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. സിങ്ക് ഓക്സൈഡ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമുക്കിപ്പം സ്ലോ കാറ്റലിസ്റ്റും ഉണ്ട്, ഫാസ്റ്റ് കാറ്റലിസ്റ്റും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ലോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത് പതുക്കെ നടക്കുന്നതാണ് സ്ലോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് റിയാക്ഷൻ നടക്കും. ദെയർഫോർ സിങ്ക് ഓക്സൈഡ് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് റോ റബ്ബർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബർ ആക്കാനായിട്ട് സിങ്ക് ഓക്സൈഡാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ഓർഗാനിക് പോളിമർ ഓഫ് ഹൈ മോളിക്കുലർ മാസ് ആൻഡ് ഓഫൺ കണ്ടെയ്ൻ അതർ സബ്സ്റ്റൻസസ്. ഓക്കെ, PMMA പോളിമീഥൈൽ മെറ്റാ അസിറ്റേറ്റ്. ഓക്കെ, ഇതാണ് പോളിമീഥൈൽ മെറ്റാ അസിറ്റേറ്റ്. ഇത് വന്നിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും, ഗ്ലാസിനേക്കാളും നല്ല സ്ട്രോങ് ആയിരിക്കും, 20 times സ്ട്രോങ്ങർ ദാൻ ഗ്ലാസ് ആയിരിക്കും. പിന്നെ ഇത് ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. നമ്മൾ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് ഇത്. ഓക്കെ, സോ ഇത് വന്നിട്ട് നമുക്ക് ഗ്ലാസ് ആയിട്ടും യൂസ് ചെയ്യാം. ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ണാടി, നമ്മുടെ കണ്ണിലിടുന്ന ഗ്ലാസ് ഓപ്റ്റിക്കൽ ഡിവൈസസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ടഫ് ദാൻ ഗ്ലാസ്. ഗ്ലാസിനെക്കാളും നല്ല ടഫ് ആയിരിക്കും. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ടു ഹോൾഡ് ഇമ്പാക്ട് ലോഡ് ദാൻ ഗ്ലാസ്. ഗ്ലാസിനേക്കാളും നല്ല സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ഇമ്പാക്ട് ലോഡ് ക്യാരി ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, പോളികാർബണേറ്റ് PC. ഓക്കെ, പോളികാർബണേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പോളികാർബണേറ്റ് വന്നിട്ട് 200 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ഗ്ലാസ് ആൻഡ് 50 ടൈംസ് സ്ട്രോങ്ങർ ദാൻ PMMA. നേരത്തെ കണ്ട PMMA ആണ് PMMA. സോ അതിനേക്കാളും 50 ടൈംസ് പോളികാർബണേറ്റ് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലാസിനേക്കാളും 200 ടൈംസ് സ്ട്രോങ് ആയിരിക്കും. മറ്റേ PMMA വന്നിട്ട് 50 ടൈംസ് ആണ്, പക്ഷേ പോളികാർബണേറ്റ് 200 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ഗ്ലാസ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഈസിലി മൗൾഡഡ്. ഓക്കെ, എക്സാമ്പിൾ DVD, VCD, സൺഗ്ലാസ് മെറ്റീരിയൽ, പിന്നെ പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് യൂസ്ഡ് ബൈ പോലീസ്. ഓക്കെ, അടുത്തത് വന്നിട്ട് പോളിയെത്തിലീൻ ഓർ പോളിത്തീൻ. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കവർ. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്. ഓക്കെ, സോ ലോ ഡെൻസിറ്റി പോളിത്തീൻ വന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉണ്ടല്ലോ, അതാണ് വന്നിട്ട് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഓക്കെ, പക്ഷേ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്തായിരിക്കും? ചെയിൻസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഒക്കെ യൂസ് അതാണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഓക്കെ, പെറ്റ് അല്ലെങ്കിൽ പോളിയെത്തിലീൻ ടെട്രാ പെത്താലേറ്റ്. ഓക്കെ, അത് വന്നിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആൻഡ് യൂസ്ഡ് ടു സ്ട്രെങ്ത് റെസിസ്റ്റൻസ് ഫാറ്റിക് ലോഡ്. ഓക്കെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യും. പിന്നെ അത് വന്നിട്ട് ഒരുപാട് ഫാറ്റിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോഡ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതും ഇത് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് പെറ്റിൻ്റെ ഒരു കഴിവ്. ഓക്കെ, therefore തെർമൽ റെസിസ്റ്റീവ്, കൊറോസീവ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. ഓക്കെ, അത് നമ്മുടെ സാധാരണ പെറ്റ് ബോട്ടിൽ ഓർത്താൽ മതി. ഓക്കെ, വാട്ടർ ബോട്ടിൽ. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. മില്ലിംഗ് വന്ന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മില്ലിംഗ് വന്നിട്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, ഫ്ലാറ്റ് സർഫേസ് മാത്രം ഉണ്ടാക്കാനാണ് നമ്മൾ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ മില്ലിംഗ് ഓപ്പറേഷൻ ഫ്ലാറ്റ് സർഫേസ് മാത്രമല്ല, കർവ്ഡ് സർഫേസും കട്ടിങ് ചെയ്യാനും ആണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് മില്ലിംഗ് യൂസ് ചെയ്യുന്നത് ഗിയർ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മില്ലിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, മെയിൻലി യൂസ്ഡ് ഫോർ കട്ടിങ് ഗിയേഴ്സ് ബട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ അതർ പർപ്പസസ്. ഓക്കെ, ആംബർ എന്ന് പറഞ്ഞില്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദി ടൂൾ ഫോർ കട്ടിങ് ഗിയേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂള് സപ്പോർട്ട് ചെയ്യാനാണ് ആംബർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡെക്സിങ് പ്ലേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്ട്രാ പീസസ് വരികയാണെന്ന് വെച്ചാൽ മില്ലിംഗ് ചെയ്തതിന് എക്സ്ട്രാ പീസസ് വരികയാണെങ്കിൽ അത് വന്നിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സിങ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. മില്ലിംഗ് ഈസ് എ metal cutting operation in which excess material from the work is removed from rotating the multi-point cutting tool വെച്ചിട്ട് എക്സ് ആയിട്ടുള്ള വരുന്ന മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇൻഡെക്സിങ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. മില്ലിംഗ് വന്നിട്ട് 3 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, ജാം മില്ലിംഗ്. ഓക്കെ, അപ്പ് മില്ലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പീസ് ഈസ് ഫെഡ് വിത്ത് ദ മിൽക്ക് കട്ടർ. ഓക്കെ, മിൽക്ക് കട്ടറിന്റെ കൂടെ തന്നെ വർക്ക് പീസ് ഫെഡ് കൊടുക്കും. ഓക്കെ, വർക്ക് പീസ് മൂവ് ചെയ്ത് മീൻസ് ആ ഒരു മിൽക്ക് കട്ടറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ഫോഴ്സ് തന്നെ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അൺലൈക്ക് പാരലൽ ഫോഴ്സ് ആയിരിക്കും രണ്ടിൻ്റെ. അപ്പോൾ മിൽക്ക് കട്ടർ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും, ഫെഡ് വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ വർക്ക് പീസ് ഇസ് ഫെഡ് വിത്ത് ദ മിൽക്ക് കട്ടർ ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് സോഫ്റ്റ് കട്ടിങ്ങും നല്ല ഗുഡ് ഫിനിഷിങ്ങും ആയിരിക്കും അപ്പ് മില്ലിങ്ങിൽ. ഡൗൺ മില്ലിങ്ങിൽ ഇതിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, വർക്ക് പീസ് ഇസ് ഫെഡ് എഗെയിൻസ്റ്റ് ദ മിൽക്ക് കട്ടർ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ കാണിക്കുന്ന പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം, വർക്ക് പീസും പിന്നെ മിൽക്ക് കട്ടറും രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും പാരലൽ ആയിരിക്കും, പക്ഷേ രണ്ടും പാരലൽ ഫോഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, വർക്ക് പീസും കട്ടിങ്ങും. എക്സാമ്പിൾ വന്നിട്ട് അത് വന്നിട്ട് നല്ല ഹാർഡ് കട്ടിങ് ആയിരിക്കും. ഓക്കെ, മറ്റേത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പ് മില്ലിങ്. പക്ഷെ ഡൗൺ മില്ലിങ്ങിന്
നല്ല ഹാർഡ് കട്ടിങ് ആയിരിക്കും. ഓക്കെ. ജാം മില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മിൽക്ക് കട്ടർ ഫിറ്റഡ് ഓൺ 1 ആക്സിസ്. ഒരു ആക്സിസിൽ 1 അല്ലെങ്കിൽ 2 മിൽക്ക് കട്ടർ ഫിക്സ് ചെയ്ത് ആ ഒരു മില്ലിങ്ങിന് പറയുന്നതാണ് ജാം മില്ലിംഗ്. ഓക്കെ. ജാം മില്ലിംഗ് 2 ടൈപ്പ് ഉണ്ട്, ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും. ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ചിപ്പ് ഫ്ലോ ഈസ് പെർപെൻഡിക്കുലർ ടു ദ കട്ടിങ്. ഓക്കെ. ചിപ്പ് ഫ്ലോ വന്നിട്ട് കട്ടിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ. പക്ഷേ ഒബ്ലിക് കട്ടിങ്ങിൻ്റെ ഡയറക്ഷൻ ഓഫ് ചിപ്പ് ഫ്ലോ ഈസ് ഓൺ ടൂൾ മാർക്കിംഗ് ആംഗിൾ. ഓക്കെ. ടൂള് മാർക്ക് ചെയ്ത ടൂളിൽ ആംഗിളുടെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും ചിപ്പ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ. കട്ടിംഗ് എഡ്ജ് ഓഫ് ടൂൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ. ഓക്കെ. പക്ഷേ ഒബ്ലിക് കട്ടിങ്ങിന് കട്ടിംഗ് എഡ്ജ് ഓഫ് ടൂൾ ഈസ് ഇൻക്ലൈൻഡ് ടു അറ്റ് ആൻ ആക്സിസ് ലെസ് ദാൻ 90 ഡിഗ്രി ടു ദ ആക്സിസ്. ഓക്കെ. ഓർത്തോഗണൽ കട്ടിങ്ങിന് കട്ടിംഗ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ ഒബ്ലിക് കട്ടിങ്ങിന് കട്ടിംഗ് എഡ്ജ് 90 ഡിഗ്രിനേക്കാളും ലെസ് ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിളിലായിരിക്കും ഒബ്ലിക് കട്ടിങ് നടക്കുന്നത്. ഓർത്തോഗണൽ കട്ടിങ്ങിന് എക്സാമ്പിളാണ് ചിസിലിങ്. ഒബ്ലിക് കട്ടിങ്ങിന് എക്സാമ്പിളാണ് ടർണിങ് ആൻഡ് ഷേപ്പിംഗ്. കട്ടിംഗ് ടൂൾസ് ആണ് അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ലേത്തും മില്ലിങ് ഒക്കെ കണ്ടില്ലേ, അപ്പോൾ അതിനു വേണ്ടി കട്ട് ചെയ്യാനായിട്ടുള്ള ടൂൾസ് 2 ടൈപ്പ് ഉണ്ട് മെയിൻലി. ഓക്കെ. 2 types of cutting tools are there. Single point cutting tool and multi-point cutting tool. Okay. Single point cutting tool. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ in single point cutting tool the cutting has only one major cutting edge. ഓക്കെ. നമ്മുടെ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ എഡ്ജ് കാണത്തുള്ളൂ. ഓക്കെ. അതിനാണ് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ. ഇതാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ. ഇതാണ് അതിൻ്റെ മെക്കാനിസം. അടുത്തതാണ് ഇത് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടേണിംഗ് ടൂൾ. ഓക്കെ. ലേത്തിൽ ടേണിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഷേപ്പിംഗ് ബോറിങ്ങിനൊക്കെ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് ഒന്ന് ഒരു പോയിന്റ്, പക്ഷെ മൾട്ടി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാണും. ഓക്കെ. കുറേ പോയിന്റ് കാണും. ഓക്കെ. therefore the multi point cutting tool has more than one major cutting edge. ഒരു കട്ടിംഗ് എഡ്ജിനെ കാണും കൂടുതലായിട്ട് ഉള്ള എഡ്ജിന് പറയുന്ന കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനുള്ള ടൂളിന് പറയുന്ന പേരാണ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ. ഇതാണ് ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഇങ്ങനെയാണ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ. മിൽക്ക് കട്ടർ, ഡ്രില്ലർ, പിന്നെ ബ്രോഞ്ചിങ് ടൂൾ. ഓക്കെ. എക്സാമ്പിൾ ഗ്രൈൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ റിമൂവൽ ആൻഡ് ദ സർഫേസ് generation process used to shape and finish components made of metal and other materials. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പീസ് കിട്ടുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഭാഗം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഗ്രൈൻഡിങ് വെച്ചിട്ടാണ് അത് കുറയ്ക്കുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ നൈഫ് എന്നിട്ട് മൂർച്ച വെപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഈ മൂർച്ച വെപ്പിക്കാനായിട്ട് ആൾ വരികയാണെങ്കിൽ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ അയാളൊരു ഡിസ്കിൽ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ കത്തി അതിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ ഈ സ്പാർക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ സ്പാർക്ക് വരുന്ന ആ ഭാഗത്തിൽ മുഴുവനും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും വെളിയിൽ വരുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇരുമ്പ് അത്രയും ഭാഗം അത് ഗ്രൈൻഡ് ചെയ്ത് വെളിയിലോട്ട് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഗ്രൈൻഡിങ്. ഓക്കെ. ഗ്രൈൻഡിങ് ബീൻ കൺസിസ്റ്റ് ഓഫ് അബ്രസീവ് പാർട്ടിക്കിൾ, ബോണ്ടിങ് മെറ്റീരിയൽ ആൻഡ് വോയിഡ്സ്. ഓക്കെ. ഗ്രൈൻഡിങ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ സിവിലിൽ എന്താണ് അബ്രസീവ് എന്ന് പറയുന്നത്? നമ്മുടെ ഇപ്പോൾ സ്റ്റോണൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് അബ്രസീവ് ടെസ്റ്റ് നമ്മൾ ലോസ് ആൻജലസ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. therefore ആ സ്റ്റോണിൽ വന്നിട്ട് വിയർ ആൻഡ് ടെയർ എത്ര വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രസീവ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ആ വെയിലിൽ വിയർ വരാൻ വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയൽ പറയുന്ന പേരാണ് അബ്രസീവ് പാർട്ടിക്കിൾ. ഓക്കെ. അത് പിന്നെ ബോണ്ടിങ് മെറ്റീരിയലും കാണും. മീൻസ് ആ ഒരു പാർട്ടിക്കിൾ അതിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പശ, എക്സാമ്പിൾ നിന്ന് നമ്മൾ ഫെവിക്കോൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ. സോ ബോണ്ടിങ് മെറ്റീരിയൽ ആൻഡ് ബോണ്ടിങ് മെറ്റീരിയൽ ആണ് ഫെവിക്കോൾ. ഓക്കെ. വോയിഡ്സ് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്.
The projective abrasive material acts like a cutting tool and remove the metal. Okay, ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അബ്രസീവ് മെറ്റീരിയൽസ് അത് കട്ടിംഗ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മെറ്റൽ വന്നിട്ട് റിമൂവ് ചെയ്യാനാണ് ഈ ഗ്രൈൻഡിങ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഫസ്റ്റ് ആ റൗണ്ട് ആ ഡിസ്ക് കാണിച്ചിരിക്കുന്ന ഗ്രൈൻഡിങ് വീലാണ്. നമ്മളിപ്പം അതിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഗ്രൈൻഡിങ് ഫേസ് വർക്ക് പീസാണ്. വർക്ക് പീസിന് മൂർച്ച വെപ്പിക്കാനായിട്ടാണ് നമ്മൾ ഗ്രൈൻഡിങ് വീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൂളൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്ത് മീൻസ് ഈ ഗ്രൈൻഡിങ് ചെയ്ത് ഭയങ്കര ഹീറ്റായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് കൂളൻ്റ് ആ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗ്രൈൻഡിങ് എന്നൊരു എക്സാമ്പിൾ. ആ കത്തിക്ക് മൂർച്ച വെപ്പിക്കുന്നത് കണ്ടോ? അയാൾ വന്നിട്ട് ആ കത്തി എടുത്ത് ആ വീലിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ കത്തിക്ക് മൂർച്ച വെപ്പിക്കുന്നതാണ് ഈ ഒരു ജിഫിൽ കാണിക്കുന്നത്. അബ്രസീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ഓഫൺ യൂസ് ടു ഷേപ്പ് ഓർ ഫിനിഷ് ദ വർക്ക് പീസ് ത്രൂ റബ്ബിങ്. ഓക്കെ, റബ്ബിങ് വഴി ആ ഒരു വർക്ക് പീസിന് നല്ല ഷേപ്പും നല്ല ഫിനിഷും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രസീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു മെറ്റീരിയലാണ്. ഓക്കെ, വിച്ച് ലീഡ്സ് ടു പാർട്ട് ഓഫ് വർക്ക് പീസ് എവേ ഫ്രം ദ ഫ്രിക്ഷൻ. കോമൺലി യൂസ്ഡ് അബ്രസീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ്, സിലിക്കോൺ കാർബൈഡ്, ഡയമണ്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അബ്രസീവ് ആയിട്ട്. ഓക്കെ, ആ ഗ്രൈൻഡിങ് വീലാണ് അബ്രസീവ്. ഓക്കെ, ആ ഗ്രൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് പറയുന്നതാണ് ഗ്രൈൻഡിങ്. ഓക്കെ, ഡെസിഗ്നേഷൻ എങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? നമ്പർ ആൽഫബറ്റ് നമ്പർ ആൽഫബറ്റ് നമ്പർ ആൽഫബറ്റ് നമ്പർ. ഓക്കെ, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചേ പറ്റൂ. ഓക്കെ, ദെർഫോർ അതിനൊരു എക്സാമ്പിൾ പറയാം. 51C, 30M, 5V, 20. ഓക്കെ, ടൈപ്പ് ഓഫ് അബ്രസീവ് CDA ഓർത്ത് വയ്ക്കുക. C വന്നിട്ട് കാർബൈഡ്, D വന്നിട്ട് ഡയമണ്ട്, A വന്നിട്ട് അലുമിനിയം ഓക്സൈഡ്. ഓക്കെ, ഹാർഡ്നെസ്സിൽ A to H ആണെങ്കിൽ അത് സോഫ്റ്റ് വീലായിരിക്കും, I to P ആണെങ്കിൽ മീഡിയം വീലായിരിക്കും, Q to Z ആണെങ്കിൽ അത് വന്നിട്ട് ഹാർഡ് വീൽസ് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ഓർ ക്ലോസ് എങ്ങനെ അറിഞ്ഞു വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകളുണ്ട്. 1 to 7 ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, 8 to 16 ആണെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ടൈപ്പ് ഓഫ് ബോണ്ട് V വന്നിട്ട് വെർട്ടിഫൈഡ് ബോണ്ട്, B വന്നിട്ട് റെസിനോയിഡ് ബോണ്ട്, M വന്നിട്ട് മെറ്റൽ, S വന്നിട്ട് സിലിക്കേറ്റ് ബോണ്ട്, R വന്നിട്ട് റബ്ബർ. ഓക്കെ, ഈ ആറും ബിയും തമ്മിൽ നമുക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ C വന്നിട്ട് റെസിനോയിഡ് ബോണ്ട് അല്ലേ, ഇപ്പോൾ നമ്മൾ B വന്നിട്ട് തിരിച്ചിടുമ്പോൾ എന്താണ് D ആവും. ഓക്കെ, സോ റെസിനോയിഡിൽ D ഓർത്ത് വയ്ക്കുക. D തിരിച്ചിടുമ്പോൾ B ആവും. അപ്പോൾ B വന്നിട്ട് നമ്മൾ B ഈക്വൽ ടു റെസിനോയിഡ് ബോണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. സോ R ഈക്വൽ ടു റബ്ബർ. അടുത്ത ക്ലാസ്സിൽ എയർ കംപ്രസറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.